സ്ക്രീനിൽ കാണുന്നത് എന്തും ഒരൊറ്റ ക്ലിക്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് വാട്സാപ്പിലും മറ്റുമൊക്കെ പല ഭാഷകളിലും മെസ്സേജുകളും മറ്റുമൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതര ഭാഷയിലായിരിക്കും അവിടെയും കാണാൻ സാധിക്കുക. നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യാറ്? അവിടെ നിന്ന് അത് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലോ മറ്റോ പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെയാണ് എന്താണ് നമ്മൾ കാണുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം. ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് ഒരു 3-4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ടാകും. ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് റീഡ് മോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് തന്നെ ആയിരിക്കും ഇൻബിൽട്ട് ആയിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടാകുക. ഇവിടെ നമ്മുടെ ലാംഗ്വേജ് കാണാൻ സാധിക്കും. ഫ്രം ടു, അതായത് ഏത് ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജിലേക്ക്. ഫ്രം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജിൽ നിന്നാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഇവിടെ സെലക്ട് ചെയ്തു. അവിടെ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. ഇവിടെ ടു എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഭാഷ ഇപ്പം മലയാളം ആണെങ്കിൽ ഇവിടെ മലയാളം എവിടെയാണ് ഉള്ളത് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഇതാ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ. ഇതാ മലയാളം, ഒരുപാട് ലാംഗ്വേജ് ഉണ്ട് കേട്ടോ. അതാ മലയാളം ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ഇംഗ്ലീഷ് ടു മലയാളം വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ വർക്ക് ചെയ്യാത്തതെന്ന്. പക്ഷേ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇത് നിങ്ങൾ വായിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ കാണാൻ സാധിക്കും. അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും. അവിടെ അലോ ചെയ്ത് കൊടുക്കുക. അത്രയേ വേണ്ടൂ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ വീണ്ടും എല്ലാം ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും സ്റ്റാർട്ട് കാണിക്കും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ ഓഫിൽ വീണ്ടും കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് വരിക. അത് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യും. വീണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ആപ്ലിക്കേഷൻ ഇപ്പോൾ വർക്കിംഗ് ആയി. താഴെ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഐക്കൺ ഇവിടെ വേണമെങ്കിൽ കൊണ്ടുവെക്കാം. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺ. ഓക്കെ, ഈ ഒരു ഐക്കൺ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം. ആ ഒരു ഐക്കൺ അവിടെ സ്ക്രീനിലുണ്ട്. ഞാനിപ്പോൾ വാട്സാപ്പിൽ ഇപ്പോൾ ഒരാൾ എനിക്ക് ഇംഗ്ലീഷിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കുറേ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതിൻ്റെ ഇംഗ്ലീഷും കാണാൻ സാധിക്കും. അവർ അയച്ച മെസ്സേജും കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 1 സെക്കൻഡ് കൊണ്ട് എല്ലാം ഇവിടെ നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ്, ഇപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷും ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു സ്ക്രീൻ നമുക്ക് ബാക്ക് വന്നാലൊന്നും പോവില്ല. ഇതെങ്ങനെ പോവുക? നമുക്ക് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അതങ്ങ് പോകും. വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഐക്കണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി. അതൊക്കെ നമുക്ക് വീണ്ടും അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിലേക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ സ്വൈപ്പ് ചെയ്ത് അത് ക്ലോസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ബാക്ക് വരാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കട്ടെ. ഇംഗ്ലീഷ് ഇതാ ഇവിടെ എവിടെയെങ്കിലും ഇംഗ്ലീഷ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തു. ഇവിടെ ഇംഗ്ലീഷിലാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. ഐക്കൺ അവിടെ ഉണ്ട്. നമുക്ക് അവിടെ ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. കുറച്ച് നേരം 1 സെക്കൻഡ് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തുള്ളത് കംപ്ലീറ്റ് മലയാളമായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ, അത് ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണും. ഓക്കെ, ഇനി അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക. താഴേക്ക് ഒന്ന് നോക്കാം. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് കംപ്ലീറ്റ് ഇംഗ്ലീഷ് തന്നെയാണ്. നമുക്ക് വീണ്ടും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ കണ്ടോ, അവിടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ലാംഗ്വേജിലേക്ക് മാറി. കണ്ടോ, നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ലാംഗ്വേജിൽ ഇതൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷും കാണാം. അവിടുന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, നമുക്കിങ്ങനെ ബാക്കൊന്നും വരാൻ കഴിയില്ല. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി സ്ക്രീനിൽ കാണുന്ന എന്തും
നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഐക്കൺ മതി. അവിടെ നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.